ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ 14ാം ജില്ലാ സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ TCB ദിനേശ് കുമാർ നഗറിൽ വെച്ച് നടന്നു. ഫെഡറേഷൻ ഭാരവാഹികളായ MP സുബ്രഹ്മണ്യൻ സ്വാഗതവും KV പ്രശീത് കുമാർ അധ്യക്ഷതയും വഹിച്ച പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. TCB കുടുംബം എന്ന് പറയുന്നത് പയ്യന്നൂരിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ വലിയ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. അവിടെ നിന്ന് തൻ്റെ അക്കാദമികമായ വിജയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർമ്മാണ മേഖലയിലെ സാങ്കേതിക വൈദഗ്ധ്യത്തിലൂടെ നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ ഏറ്റെടുത്ത് ദിനേശ് കുമാർ പ്രവർത്തിച്ചു വന്നത്. തികച്ചും അപ്രതീക്ഷിതമായി കാലോചിതമല്ലാത്ത നിലയിൽ മരണം കടന്നു വന്നതിൻ്റെ വിഷമതകൾ ദിനേശിൻ്റെ ഓർമ്മകളെ നമ്മുടെ സ്മൃതിയിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം അതൊരു വേദനയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത് സ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ശരി എന്നുള്ളത് കൊണ്ടാണ് ദിനേശിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് വളരെ കുറച്ചു മാത്രം സംസാരിച്ച് ഈ ഒരു കൂടിച്ചേരൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധിക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും കസ്തൂർബ ഗാന്ധിക്കുമെല്ലാം സ്മാരകങ്ങളുള്ളൊരു കേന്ദ്രമാണ് പയ്യന്നൂർ. മഹാത്മാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്മാരകമില്ല, ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. ആ സ്മാരകം നിൽക്കുന്നത് പയ്യന്നൂരിലാണ്. ഒരു ഗ്രാമം അറിയപ്പെടുന്നത് ആ മനുഷ്യൻ്റെ പേരിലാണ്, മഹാദേവ ദേശായിയുടെ പേരിലാണ്. മഹാദേവ ഗ്രാമം, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിൽക്കുന്ന ആ പ്രദേശത്തെ അറിയപ്പെടുന്നത് മഹാദേവ ഗ്രാമം എന്നാണ്. ഈ മഹാദേവ ഗ്രാമം മഹാദേവ ദേശായിക്ക് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ ബോധം സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സ്മാരകമാണ്. ഇതിന് ചുറ്റുവട്ടത്തുമാണ് എല്ലാ അടിച്ചമർത്തലുകൾക്കും ഭരണകൂടത്തിൻ്റെ സാമ്രാജ്യത്വ ആധിപത്യത്തിനെതിരായിട്ടുള്ള മേധാവിത്വത്തിനുമൊക്കെ എതിരായിട്ടുള്ള വലിയ സമരങ്ങൾ, കയ്യൂരും കരുവള്ളൂരും ഒക്കെ പോലുള്ള സമരങ്ങൾ നിറഞ്ഞ് കത്തിയിട്ടുള്ളത് ഈ പയ്യന്നൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് എന്നുള്ളതും അഭിമാനത്തോടു കൂടി നമ്മൾ ഓർമ്മിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയെല്ലാം ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മണ്ണ്, ഏറ്റവും സമ്പന്നമായിട്ടുള്ള കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും കേന്ദ്രം, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യമൊക്കെ നേടിയിട്ടുള്ള പ്രമുഖന്മാരുടെ, ഇപ്പോൾ ചന്ദ്രയാനൊക്കെ മാനത്ത് ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ പയ്യന്നൂർക്കാരൻ്റെ അടയാളപ്പെടുത്തൽ അതിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ എല്ലാ മേഖലയിലും ഈ നാടിന് അതിൻ്റേതായിട്ടുള്ളൊരു വലിയ സ്ഥാനമുണ്ട്. അത്തരം ഒരു പ്രദേശത്തേക്ക് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇങ്ങനെയൊരു സമ്മേളനത്തിൽ സമ്മേളിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവൃത്തികൾക്കെല്ലാം ഒരു നവ വെളിച്ചം നൽകുന്നതിന് അത് വഴിയൊരുക്കും എന്ന തിരിച്ചറിവോടുകൂടി നിങ്ങളെല്ലാം സമ്മതത്തോടെ ലെൻസ്ഫെഡിൻ്റെ ഈ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിദ്യാഭ്യാസ കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ മുഖ്യാതിഥിയായി സംസാരിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് CS വിനോദ് കുമാർ മുഖ്യ ഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ സംസ്ഥാനതല റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി VC ജഗത് പ്യാരി ജില്ലാതല റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ്
വൈസ് പ്രസിഡന്റ് AC മധുസൂദനൻ, ജോയിന്റ് സെക്രട്ടറി EP ഉണ്ണികൃഷ്ണൻ, MP സുബ്രഹ്മണ്യൻ, പോള ചന്ദ്രൻ, KS അജിത് കുമാർ, ബിനു ജോർജ്, C ശശിധരൻ, PV ഉണ്ണികൃഷ്ണൻ, NN ജഗേഷ്, T രാജീവൻ, C ഉമേഷ്, CK പ്രശാന്ത് കുമാർ, PP സുധീഷ്, AS മാത്യു, K പുരുഷോത്തമൻ, CM പ്രേമരാജൻ, KC ചന്ദ്രി, TP ലിനു, MP പത്മനാഭൻ, K കമലാശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ നിർവഹിച്ചു. ക്വാറി ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവ് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രസ്തുത വിഷയം പരിഹരിക്കുന്നതിനായി കളക്ടർ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്നും സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.